കൂടുതൽ ഇന്ത്യൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് ചൈന ഏത് തരത്തിലുള്ള താരിഫ് വ്യാപാര യുദ്ധങ്ങളെയും ശക്തമായി എതിർക്കണമെന്ന് ചൈനീസ് അംബാസഡർ സു ഫെയ്ഹോങ് പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. അമേരിക്ക കച്ച മുറുക്കുന്നു, ഇവർ കച്ച അയക്കുന്നു. ഒരുപക്ഷെ രണ്ടുപേരുടെയും തോളിൽ കൈയിടാൻ പറ്റുന്ന ഒരു സൗഹൃദ സാന്നിധ്യമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ താല്പര്യം വെച്ച് പറയൂ വിവരങ്ങൾ. ബൽറാം നെടുങ്ങാടി ചേരുകയാണ്, പറയൂ. എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് രാജ്യങ്ങളുമായി ഒരു നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അതേസമയം US-ന്റെ ഈ താരിഫ് യുദ്ധം തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ചൈന ഈ ഒരു സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത്. ഇന്ത്യ ചൈന സാമ്പത്തിക മേഖലയിൽ ഉള്ള ബന്ധം അത് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് ചൈന നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ സു ഫെയ്ഹോങ് കൂടുതൽ ഇന്ത്യൻ കമ്പനികളെ ചൈനയിലേക്ക് വ്യാപാരത്തിനായി സ്വാഗതം ചെയ്തിരിക്കുന്നത്. ചൈനീസ് സംരംഭങ്ങൾക്ക് വിവേചനരഹിതമായ ബിസിനസ് അന്തരീക്ഷം ഇന്ത്യയിൽ ഒരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ രണ്ട് രാജ്യങ്ങളും വിജയത്തിലേക്ക് പരസ്പരം സഹകരിക്കണം, സാമ്പത്തിക മേഖലയിൽ ശക്തിപ്പെടാൻ ഇരു രാജ്യങ്ങളുടെയും സഹകരണം ആവശ്യമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞയാഴ്ച ചൈന സന്ദർശിച്ച ഘട്ടത്തിൽ തന്നെ ഈ 2020 കിഴക്കൻ ലഡാക്കിലുണ്ടായ സംഘർഷത്തിന് പിന്നാലെ ചൈനീസ് കമ്പനികൾക്ക് പ്രത്യേകിച്ച് മൊബൈൽ ആപ്പുകൾ അടക്കമുള്ളവയ്ക്ക് ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ചൈന മുന്നോട്ട് വച്ചിരുന്നു. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ചൈനയുടെ അംബാസഡർ സൂചിപ്പിക്കുന്നത്. ചൈനീസ് കമ്പനികൾക്ക് മികച്ച ഒരു അന്തരീക്ഷം ഇന്ത്യയിലും രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം എന്നുള്ളത്. ഇതോടൊപ്പം തന്നെ താരിഫിനെതിരായുള്ള ഒന്നിച്ചുള്ള പോരാട്ടമാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നത്. ഏത് തരത്തിലുള്ള താരിഫ് വ്യാപാര യുദ്ധങ്ങളെയും ശക്തമായി എതിർക്കണമെന്നും അതിനായി ചൈന ഒപ്പമുണ്ടാകും എന്നുമാണ് ചൈനീസ് അംബാസഡർ അറിയിക്കുന്നത്. വ്യാളിയും ആനയും ഒരുമിച്ച് നൃത്തം ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്, അതാണ് ഏറ്റവും വലിയ വിജയം എന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ജപ്പാൻ ചൈന യുദ്ധ വിജയവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷ പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ചൈനീസ് അംബാസഡറുടെ ഈ പരാമർശം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.